സോ ഹിസ്റ്ററി ഹാസ് പ്രൂവൺ ദാറ്റ് ഏറ്റവും ടഫസ്റ്റ് ട്രാൻസിഷൻ വിൽ ബി ഫോർ തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷനിലാണ് എപ്പോഴും ടഫ്. കാരണം ഡേറ്റ അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളിൽ 800 കൊല്ലത്തെ 1000 കൊല്ലത്തെ ഡേറ്റ നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട്. കാരണം ജാപ്പനീസ് ഹിസ്റ്ററിയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഉള്ളത് ഈ ബിസിനസ് പെർസെ. അതിൻ്റെ അത് കാണിക്കുന്ന എല്ലാം തേർഡ് ജനറേഷൻ ഇസ് ദ ടഫസ്റ്റ് ടു ക്രോസ് ഓവർ. ടഫാവും കാരണം എന്തായിരിക്കും? ബേസിക്കലി കോംപ്ലസൻസി. എല്ലാവരും ഇരുന്ന് കംഫർട്ടബിൾ ആവും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അവരവരുടേതായ കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആകുമ്പോൾ അവരുടെ റിസോഴ്സസ് ഒക്കെ അത്രേ ഉള്ളുമ്പോൾ എന്താ ചാലഞ്ച് വേണ്ടേ? ചാലഞ്ച് ഇല്ലാണ്ടിരിക്കുമ്പോഴുള്ള വരുന്ന കോംപ്ലസൻസി കാരണമാണ് തേർഡ് ജനറേഷൻ ടഫർ ആവുന്നത്. തേർഡ് ജനറേഷൻ ഫെയിൽ ചെയ്യാനുള്ള ആഫ്റ്റർ തേർഡ് ജനറേഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗോയിങ് ഡൗൺ എന്നുള്ള ഒരു തിയറി പറയുന്നത് വളരെ ആപ്ലിക്കബിളാണ്. ഇപ്പോഴും അത് ആപ്ലിക്കബിളാണ്. അപ്പോൾ ഞങ്ങളെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ. അതിനുവേണ്ടി കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. അടുത്ത ജനറേഷനും എല്ലാം ഈസി ആയിട്ട് കൊടുക്കരുത്. എല്ലാം ഈസി ആയിട്ട് കൊടുക്കാതെ അവരെ ചാലഞ്ച് ചെയ്യിക്കുക. കീപ് ദം ചാലഞ്ച്.